അത് യഥാർത്ഥത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഒന്ന്, അമേരിക്ക ലോകമെമ്പാടുമുള്ള എണ്ണയുടെ കുത്തക ഏറ്റെടുക്കാൻ വേണ്ടി നടത്തുന്ന അധിനിവേശമാണ് യഥാർത്ഥ പ്രശ്നം. ഇത് ആഗോളവൽക്കരണം, കമ്പോളവൽക്കരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയാ നാളെ ഉമ്മയുടെ പുരയിടത്തിൽ ഇഞ്ചി നടണോ കപ്പ നടണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഉമ്മക്ക് ഉണ്ടാവില്ല. അതൊക്കെ അമേരിക്ക തീരുമാനിക്കും, അറിയാ. അമേരിക്കയ്ക്ക് ലോക മേധാവിത്വം വേണം. അതിനൊന്നാമതായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എണ്ണ എവിടെയുണ്ടോ അവിടെയാണ് അവരുടെ ഫൈറ്റിംഗ് പോയിന്റ്. അതുകൊണ്ട് എണ്ണയുള്ള ഇടങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. അത് വെനിസ്വല അതാണ്, ഇപ്പതാ ഇറാനും അതാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് എല്ലാം സത്യമല്ലേ ചേട്ടാ? അല്ലേ? അയ്യപ്പൻ ബിടായി അടിക്കുമെങ്കിലും അതെ, ഈ പറഞ്ഞതൊക്കെ സത്യമാ മാസ്റ്ററെ. കേട്ടല്ലോ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡോളർ. ഒരു വീപ്പ എണ്ണയ്ക്ക് എത്രയാണ് വില? 1.25 രൂപ വരും. എത്ര? 1.25. അത് മിനിഞ്ഞാന്ന്, ഇന്നലെ 1.37. ആ ഡോളറിന്റെ വില ഇന്ത്യൻ രൂപയുമായിട്ട് നോക്കുമ്പോൾ കുത്തനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ എണ്ണ വിലയെ അത് ബാധിക്കുകയാണ്, നമ്മൾ ഇരട്ടിയാക്കാതാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഒന്ന്, എണ്ണയുടെ ലഭ്യത കുറയുന്നു. 2, മറ്റൊരാഘാതമാണ് ഡോളറും രൂപയും തമ്മിലുള്ള വിനിമയ മൂല്യം. ആ മാറ്റം വരുന്നത് ഗ്ലോബലൈസേഷന്റെ ഭാഗമായി 91 വന്ന മാറ്റമാണ്. അതുവരെ ഒരു സംവിധാനം ഡോളർ രൂപ എന്ന് പറയുന്നതിലെ ഈ വിനിമയ മൂല്യം എല്ലാ ദിവസവും മാറുന്നതില്ല. ഇപ്പൊ എല്ലാ ദിവസവും മാറി. നീ തന്നെയാ, നിനക്ക് ഇത്ര ബുദ്ധിയാ? ഇതൊക്കെ എന്ത്, ഇതൊക്കെ ചെറുതല്ലേ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം, നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടുമോ? ലോകത്ത് കിട്ടും. ഇറാനിൽ നിന്ന് കിട്ടും, ഇല്ല റഷ്യയിൽ നിന്ന് കിട്ടും. വാങ്ങിക്കാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമില്ല. 47 ആഗസ്റ്റ് 15 ലഭിച്ച സ്വാതന്ത്ര്യം ഇന്ന് നമുക്കില്ല. അതെന്താ തനിക്കിപ്പ അങ്ങനെ തോന്നാൻ? ഈ പ്രശ്നങ്ങളിൽ ഈ രാജ്യം സ്വതന്ത്രമല്ലാതായി തീർന്നു, ഇന്ത്യൻ പൗരന്മാർ സ്വതന്ത്രരല്ലാതായി തീർന്നു എന്നുള്ളതിലാണ് നമ്മുടെ ജീവിത ദുരിതം കിടക്കുന്നത്. വെറുതെ മണ്ടത്തരം പറയാതെ. ആ ദുരിതം എവിടെ പൊട്ടിത്തെറിച്ചു? നമ്മൾ കേരളത്തിലെ മാന്ദ്യം, കേരളത്തിന്റെ ദുരിതങ്ങളാണ് ഈ കേട്ടത്. ഇതൊന്നുമല്ല ഇന്ത്യയുടെ അവസ്ഥ, ഇന്ത്യയിലെ മനുഷ്യന്റെ മാന്ദ്യം. യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന മാന്ദ്യം ഏറ്റവും കുറവുള്ള ഒരു സ്റ്റേറ്റ് കേരളമാണ്. ഉത്തരേന്ത്യയിലേക്ക് പോയാൽ പൊട്ടിത്തെറിച്ച മനുഷ്യനല്ലേ, മിനിമം കൂലിയിൽ പോലും കിട്ടാത്തടത്താണ് വഴിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പൊട്ടിത്തെറിച്ചിരിക്കുന്നു. അത് പാറ്റാ വിപ്ലവമായിക്കോട്ടെ, ഉത്തരേന്ത്യയിലെ പാനിപ്പത്തിലൊക്കെ നടന്ന തൊഴിലാളി സമരം ആയിക്കോട്ടെ. മനസ്സിലാക്കി കളഞ്ഞല്ല. നിങ്ങൾക്ക് ജാതിയും മതവും പറഞ്ഞ് ലവ് ജിഹാദും പശുവിൻ്റെ കാര്യവും പറഞ്ഞ് അധികകാലം നാട്ടുകാരെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്താൻ പറ്റത്തില്ല. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. ബഹുമാനായിട്ടുള്ള ശ്രീ അനിലേട്ടൻ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്നും കോക്രോച്ചിന്റെയും ലവ് ജിഹാദിന്റെയും അതിന്റെ ഒക്കെ പുറകെ പോകും. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. ഭാരതത്തിൽ എന്ത് നടക്കുന്നു ഇതിന്റെ പുറകിൽ ഒരുപാട് കാര്യം. SKN ഒരു പരിണിതപ്പെട്ടനായിട്ടുള്ള ജേർണലിസ്റ്റാണ്. ക്യാരറ്റിന്റെ ഇന്നത്തെ വില, സബോളന്റെ ഇന്നലത്തെ വില, ഹോർമിസ് കടലിടക്കിനുള്ളിൽ കൂടെ അല്ല പശുവും പശുവിന്റെ അകടും വരുന്നത്. എന്നിട്ട് 4 ഉറുപ്പിയെന്ന് നമ്മൾ സഹിക്കുകയാണ്, കൂടുകയാണ്. 2 കോവിഡ് കാലഘട്ടത്തിൽ പ്രതിസന്ധി വന്ന സമയത്തെ പരിഹരിക്കപ്പെടണം എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് 5 ഉറുപ്പിക്ക് കിട്ടുന്ന മാസ്ക് 65 ഉറുപ്പിക്ക് മേടിച്ച ചരിത്രം ഉണ്ടല്ലോ. SKN ഞാൻ ഇതൊക്കെ അറിയുന്ന ആളുകളല്ലേ. ഗ്ലൗസിന് 3 ഇരട്ടി വിലക്ക് മേടിച്ച ചരിത്രം ഉണ്ടല്ലോ. അതിനെന്താണ് മന്ത്രി പറഞ്ഞത്? ആ സമയത്ത് അന്നത്തെ മന്ത്രി പറഞ്ഞത് പ്രായോഗികമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടലായിരുന്നു. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് വരുന്നു, റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് വരുന്നു, ഹമാസിന്റെ ഇഷ്യൂസ് വരുന്നു. ഈ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് കോവിഡിന്റെ വലിയ ഇഷ്യൂസ് വരുന്നു. ഇതിനെ പിടിച്ചു നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വക കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ഞാൻ ഒരു കാര്യം പറയാം, കേന്ദ്ര സർക്കാരിന്റെ കാര്യത്തിൽ ഓൾട്ടർനേറ്റീവ് സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ഫോസിൽ ഓയിലിന്റെ കാര്യത്തിൽ ഇത്രയും സംവിധാനം വരുമ്പോൾ റഷ്യയിൽ നിന്ന് മേടിക്കുന്നതിന് അമേരിക്ക തടയുമ്പോൾ, അമേരിക്കയിൽ നിന്ന് മേടിക്കുന്ന അവർ തടയുമ്പോൾ അതിൽ വെസലിന്റെ പ്രശ്നമുണ്ട്. അതിനകത്ത് വലിയ ഇൻഷുറൻസ് കമ്പനിയുടെ തർക്കമുണ്ട്. അതൊക്കെ SKN നന്നായിട്ട് അറിയാം. നീ ഒന്നും പണയണ്ട. അപ്പൊ ഈ വിഷയം വരുന്ന സമയത്ത് ഇതിന്റെ ഇക്കണോമിക് സിസ്റ്റം നമ്മൾ പഠിക്കണം, ഹെൽത്ത് പഠിക്കണം, എൻവയോൺമെന്റൽ പഠിക്കണം, ഉഷ്ണതാപം പഠിക്കണം, ഓസോൺ പാളികയുടെ പ്രശ്നം പഠിക്കാണ്ട് കുറെ കാര്യങ്ങൾ പറയാണ്ട്. എഴുത്തും വായന അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. ആരാണ് ഇരയായി തീരുന്നത്? ഈ പെട്രോൾ ഡീസൽ വിലക്കയറ്റത്തിൽ ഇന്ത്യയാകെ ഇരയായി തീരുന്നില്ല, ഇവിടുത്തെ സാധാരണക്കാരെ ഇരയായി തീരുന്നുള്ളൂ.
233 ശതകോടീശ്വരന്മാർ ഇന്ത്യയിലുണ്ട്. ആ അവരുടെ വരുമാനം സമ്പത്ത് 1 ലക്ഷം കോടി കടന്നു. ഇപ്പോ ശതകോടീശ്വരന്മാരുടെ സമ്പത്ത് വളരുകയും ഓട്ടോറിക്ഷ തൊഴിലാളി, നമ്മുടെ റെസ്റ്റോറന്റുകാര്, സാധാരണക്കാര് അവരുടെ ജീവിതം തകരുകയുമാണ്. അപ്പം ആഗോളതലത്തിലുണ്ടായ പ്രതിസന്ധി, ഈ പ്രതിസന്ധിയുടെ ഭാരം പാവപ്പെട്ടവന്റെ തലയിലാണ്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഓയിൽ പൂൾ അക്കൗണ്ട് എന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് അന്താരാഷ്ട്ര വിപണിയിൽ എത്ര വില കൂടിയാലും എത്ര വില കുറഞ്ഞാലും എല്ലാ ദിവസവും ഈ പെട്രോൾ ഡീസൽ വിലക്കയറ്റം നമ്മളെ ബാധിക്കില്ല. കാരണം എന്താണ്? വാഹനങ്ങളുടെ ഷോക്ക് അബ്സോർബർ പോലെ ഒരു സിസ്റ്റം ആയിരുന്നു. എന്നിട്ട് ഇപ്പൊ ചായക്ക് 12-15 ആയി. നാളെ ഈ പറയുന്ന എണ്ണ വില കുറഞ്ഞാൽ ചായയുടെ വില 12 ആവുമോ അല്ല 10 ആവുമോ? അപ്പൊ അതുണ്ടാകാതിരിക്കാനാണ് ഓയിൽ പൂൾ അക്കൗണ്ട് എന്നൊരു സിസ്റ്റം. ബുദ്ധിമാനെ നീ ഒരു മഹാനാട്ടോ. 40-45 കൊല്ലം ഉണ്ടായിരുന്നൊരു സിസ്റ്റമാണ്. ആദ്യം BJP പൊളിച്ചു, 2002 വാജ്പേയി സർക്കാർ, പിന്നെ മൻമോഹൻ സിംഗ് പൊളിച്ചു. ഈ കോൺഗ്രസും BJPയും കൂടി എണ്ണ വില കാര്യത്തിൽ ഈ സിസ്റ്റത്തെ എടുത്തു കളഞ്ഞു. ഈ സിസ്റ്റത്തെ അടുത്ത് കളഞ്ഞോടുകൂടി എല്ലാ ദിവസവും വില കൂടും കുറയും. ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത് മാത്യു. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിന്റെ ഈ നിലപാട് പൂർണ്ണമായി അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങനെയുള്ള ചിന്താഗതികളും കാഴ്ചപ്പാടുകളും ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഭരിക്കാത്തത്. ബഹുമാനായിട്ടുള്ള അനിലേട്ടൻ പറഞ്ഞു സമ്പന്നർ കൂടുന്നുണ്ട്, ED ഒന്ന് ഇറങ്ങേണ്ടി വരും. പണിയെടുക്കാത്ത സേവനത്തിന് ചില സ്ഥലത്ത് സമ്പന്നത രണ്ടാമത്തെ കാര്യം അല്ല ഞാൻ പറഞ്ഞ അല്ലല്ല അങ്ങയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം. 18,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വിഴുകിയവര് വീട്ടമ്മമാര് കണ്ടോണ്ടിരിക്കുക. 18,000 കോടി രൂപയുടെ രാഷ്ട്രീയം പറഞ്ഞ് അല്ലല്ല രണ്ട് ഇലക്ട്രൽ ബോണ്ട് DMK 50 കോടി രൂപ ചേർത്താൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ നാണക്കെടുത്തി മൻമോഹൻ സിംഗ് അടക്കമുള്ള സ്ഥലത്ത് ഈ പെട്രോൾ ഡീസലിന്റെ വിഷയം പറഞ്ഞ സമയത്ത് ഓയിൽ ബോണ്ടിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒന്നാം UPA ഇതേ ആളുകൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോ മൻമോഹൻ സിംഗിനോട് രണ്ടാം UPA ഉണ്ടായിരുന്ന സമയത്ത് ഇവർ സപ്പോർട്ട് ചെയ്ത സമയത്ത് ഇവർക്ക് കാര്യം പറഞ്ഞ് ചെയ്യാമായിരുന്നു. അയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു. 1,44,000 കോടി രൂപ ഓയിൽ ബോണ്ട് ആയിട്ടാണ് രണ്ടാം UPA സർക്കാർ 2014 ഇറങ്ങുന്നത്. ഈ സർക്കാർ അതിന് വന്ന ശേഷമുള്ള സർക്കാർ ഈ കഴിഞ്ഞ മാർച്ച് 26-ാം തീയതിയോടുകൂടി 3,23,000 കോടി രൂപ തിരിച്ചടച്ചു എന്ന് പറഞ്ഞ നമ്മുടെ നാടിന്റെ കടം വീട്ടി. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങ് നേരത്തെ പറഞ്ഞ കാര്യം അവിടെ കുറയുമ്പോ ഇവിടെ കൂടുന്നുണ്ട്, അവിടെ കുറയുമ്പോ ഇവിടെ കുറയുന്നില്ല, കുറയാൻ സാധിക്കാതെ വന്നതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്നായിരുന്നു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? 27-ാം തീയതിയാണ് ഇമ്മീഡിയറ്റ്ലി സെൻട്രൽ ഗവൺമെന്റിന്റെ ടാക്സ് എക്സൈസ് ഡ്യൂട്ടി പെട്ടെന്ന് കുറച്ചത്. അത് ഇവിടെ കുറച്ചില്ല. അങ്ങ് ഓട്ടോറിക്ഷയുടെ വിഷയം പറയുന്ന സമയത്ത് ഇതേ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് കുറച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ട് അവർ കുറച്ചില്ല. ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല, ഞങ്ങൾ ബധിരനും മൂകനുമാണ്. രണ്ട്, പെട്രോൾ ഡീസൽ മാത്രമല്ല ഓട്ടോ തൊഴിലാളിക്ക് പ്രശ്നം അനുവദിക്കുന്നത്, CF-ന്റെ വിഷയത്തിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നം ഫീസ് കൂട്ടിയിട്ടുണ്ട്. ക്ഷേമനിധി പ്രശ്നത്തിൽ അവരുടെ ഫീസ് കൂടിയിട്ടുണ്ട്. ടയർ റീസോളിംഗിൽ അവരുടെ ഫീസ് കൂട്ടിയിട്ടുണ്ട്. രണ്ട്, ഈ മുച്ചക്രവാഹനം ഓടിക്കുന്നവരുടെ ഗതികേട് പെട്രോൾ ഡീസലിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നില്ല. 10 റുപ്യ കൂടുമ്പോൾ ഒരു 5 ലിറ്റർ അടിക്കുമ്പോൾ 50 രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യം പറയുമ്പോൾ തന്നെ നടുവൊടിഞ്ഞ്, തണ്ടലൊടിഞ്ഞ്, മുതുകൊടിഞ്ഞ്, ടയറൊടിഞ്ഞ്, ആക്സലൊടിഞ്ഞ്, സ്റ്റീറിംഗ് ഒടിഞ്ഞുന്ന ഓട്ടോ 4.5 വർഷക്കാലം ഈ റോഡ് കൂടെ തണ്ടലൊടിഞ്ഞ് നമ്മൾ പോയി. ഈ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പും വന്നപ്പോഴാണ് റോഡ് ടാർ ചെയ്തത്. ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കല്ല് വെച്ചെന്നോണ പറയരുത്. അതുവരെ അനുഭവിച്ചൊരു യാതനയും വേദനയും നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ഒരു സർക്കാർ എടുത്തിട്ടില്ല, ഒരു രാഷ്ട്രീയമല്ല ഇതിനകത്ത്. പോത്തിനോട് വേദോദാണ്, വെറുതെ സമയം കളയണ്ട. എന്താ ഇൻഡക്ഷൻ കുക്കർ വെക്കാൻ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഗ്യാസിനപ്പുറത്ത് ഇൻഡക്ഷൻ കുത്താൻ ഭയം? എന്താ ഭയം എന്നറിയോ? ആ ഇരിക്കണ ആളുടെ സർക്കാർ 4 സ്ലാബാ കറണ്ട് ബില്ല് നെഞ്ചത്തടിക്കണം. 10 മണി കഴിഞ്ഞിട്ട് ചോറുണ്ടാ മതി എന്ന് പറയാൻ പറ്റും?